ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസ്, LGS, LDC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്രദമായ ഒരു ഓഡിയോ ക്ലാസ്സാണ്. കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനിയായ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ജനനം 1856 ഓഗസ്റ്റ് 20. ജനനം 1856 ആഗസ്റ്റ് 20. ജന്മസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം. ജന്മസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം. ജന്മഗൃഹം വയൽവാരം വീട്. ജന്മഗൃഹം വയൽവാരം വീട്. ഇതിലെ ഒരു പോയിൻറ്സും കളയാനില്ല, എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20. സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന് ഹഠയോഗ വിദ്യ പകർന്നു നൽകിയ വ്യക്തി തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിന് ഹഠയോഗ വിദ്യ പകർന്നു നൽകിയ വ്യക്തി തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് 1924. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് 1924. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ. സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന വർഷം 1924. സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന വർഷം 1924. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം, കാരാമുക്ക്, തൃശ്ശൂർ. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം, കാരാമുക്ക്, തൃശ്ശൂർ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം ഉല്ലല, വെച്ചൂർ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം ഉല്ലല, വെച്ചൂർ. SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15. SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു.
SNDPയുടെ മുഖപത്രം വിവേകോദയം. SNDPയുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904. വിവേകോദയം ആരംഭിച്ച വർഷം 1904. സ്ഥാപകൻ കുമാരനാശാൻ. സ്ഥാപകൻ കുമാരനാശാൻ. സ്ഥാപക പത്രാധിപർ M. ഗോവിന്ദൻ. സ്ഥാപക പത്രാധിപർ M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം അഹം ബ്രഹ്മാസ്മി. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം അഹം ബ്രഹ്മാസ്മി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്തു കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്തു കുമാരൻ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ, മരുത്വാമല, കന്യാകുമാരി. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ, മരുത്വാമല, കന്യാകുമാരി. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി G. ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി G. ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി. ഇനി പറയാൻ പോകുന്നത് ഗുരുവിൻ്റെ പ്രധാന രചനകളാണ്. ശിവശതകം, ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, ജാതിമീമാംസ, നിർവൃതി പഞ്ചകം, കുണ്ടലിനിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. സംസ്കൃത രചനകൾ ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്തസൂത്രം, ചിദംബരാഷ്ടകം. സംസ്കൃത രചനകൾ ദർശനമാല, നിർവൃതി പഞ്ചകം, വേദാന്തസൂത്രം, ചിദംബരാഷ്ടകം. ഇനി പറയുന്നത് ഗുരുവിൻ്റെ പ്രധാന വചനങ്ങളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. അണിയൂർ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. അണിയൂർ ക്ഷേത്രം. കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം 1891. കായിക്കര. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം 1891. കായിക്കര. ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയ വർഷം 1895. ബാംഗ്ലൂരിൽ വെച്ച്. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയ വർഷം 1895. ബാംഗ്ലൂരിൽ വെച്ച്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം 1912. ബാലരാമപുരം. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം 1912. ബാലരാമപുരത്ത് വെച്ച്. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1914. അദ്വൈതാശ്രമത്തിൽ വെച്ച്. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1914. അദ്വൈതാശ്രമം. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. തിരുവണ്ണാമല. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. തിരുവണ്ണാമല. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. ശിവഗിരി. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. ശിവഗിരി. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. ശിവഗിരി. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. ശിവഗിരി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ യുഗപുരുഷൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ യുഗപുരുഷൻ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രമുഖ വ്യക്തിയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് നോട്ട് എഴുതി എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. താങ്ക് യു.